ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ 3ാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ തൊഴിലും ഭാഷയും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ യൂണിറ്റിലെ ഇതിനു മുൻപേയുള്ള പാഠഭാഗങ്ങളും അതുപോലെ നിങ്ങളുടെ മറ്റു യൂണിറ്റുകളുടെ എല്ലാ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പാഠഭാഗ വിശദീകരണവും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ കിട്ടും. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും പാഠഭാഗത്തിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗത്തിൽ ചോദ്യോത്തരങ്ങളോ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൊഴിലും ഭാഷയും. മനുഷ്യർ എന്തെല്ലാം തൊഴിലുകളാണ് ഏർപ്പെടുന്നത്? ചിത്രം നോക്കൂ. ചിത്രം എന്താണ്? എൻ്റെ കേരളം എന്ന് പറയുന്ന അനുജാത് സിന്ധു വിനയ്ലാൽ വരച്ച ചിത്രമാണല്ലോ അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചിത്രം നോക്കിയോ കൂട്ടുകാരെല്ലാവരും? എന്തൊക്കെ തൊഴിലുകളിലാണ് മനുഷ്യരെല്ലാവരും ഏർപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ തൊഴിലുകളിലാണ് ആ ചിത്രത്തിൽ മനുഷ്യർ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യോത്തരങ്ങളായി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത്? എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഉത്തരം: ഒരു ചിത്രത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളും പലതരത്തിലുള്ള ജോലികളും വ്യത്യസ്ത നിറങ്ങളിൽ നിറം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വർണ്ണനകൾ എല്ലാമാണ് ഈ ചിത്രത്തിന് ഭംഗി നൽകുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ? ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞവതരിപ്പിക്കൂ. ഉത്തരം: ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചിത്രത്തിന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പല തൊഴിലുകൾ ചെയ്യുന്നവർ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന പോലെയാണ് ഈ ചിത്രം. ഇതിനെ ഓരോന്നും വേറെ വരക്കുമ്പോഴും ഇങ്ങനെ കൂട്ടമായി വരക്കുമ്പോഴും കിട്ടുന്ന ഭംഗികൾ വ്യത്യസ്തമാണ്. മൂന്നാമത്തെ ചോദ്യം: ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? കണ്ടെത്തി പറയൂ. അപ്പോൾ എന്തൊക്കെ ജോലികളാണ്? മൂന്നാമത്തെ ഉത്തരം നോക്കാം. മത്സ്യത്തൊഴിൽ, ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ, കയർ വലിക്കുന്നവർ, വല നെയ്യുന്നു, ചായക്കട നടത്തുന്നു, ഇളനീർ വിൽക്കുന്ന, വാഹനങ്ങൾ ഓടിക്കുന്ന, തെങ്ങ് കയറുന്നു, ഗ്യാസ് കൊണ്ടുവരുന്നു, താറാവ് കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെ ജോലികളാണല്ലേ ചിത്രത്തിൽ കാണുന്ന ആളുകൾ ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം: ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? അപ്പോൾ കൂട്ടമായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്തരം: ഉത്സവം നടത്തുന്നത്, കയർ വലിക്കുന്നത്, കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൂട്ടമായി ചെയ്യുന്നത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം: ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം: മീൻ വിൽക്കുന്നത്, വല നെയ്യുന്നത്, ചായക്കട നടത്തുന്നത്, വാഹനങ്ങൾ ഓടിക്കുന്നത്, ഇളനീർ വിൽക്കുന്നത്, താറാവ് കൃഷി ചെയ്യുന്നത്, തെങ്ങ് കയറുന്നത്. അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണല്ലേ. അടുത്ത അവസാനത്തെ ചോദ്യം എന്താണ്? അവസാനത്തെ ചോദ്യം: തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. പരസ്പരം ചർച്ച ചെയ്യൂ, മെച്ചപ്പെടുത്തൂ. അപ്പോൾ എന്താണ്? തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒരു സ്ഥലം ചിത്രീകരിച്ച്, തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കുക. അതേപോലെ പരസ്പരം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്താനും പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവരെഴുതിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതുപോലെ നിങ്ങൾ എഴുതിയത് അവരുമായി ചർച്ച ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് എന്താണ്? തൊഴിലുമായി ബന്ധപ്പെട്ട് എത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ് ഇതൊന്ന് വായിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാക്കുകൾ വിളയുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട്. നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം. നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക? കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറുപറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട്. അപ്പോൾ എന്താണ്? തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെൽകൃഷിയാണ് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ള തൊഴിൽ. അപ്പോൾ എന്താണ് വാക്കുകൾ? കന്ന് പൂട്ടുക, അതേപോലെ കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറ് പറിക്കുക, ഞാറ് നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുകൾ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ തൊഴിലും ഇതുപോലെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? അപ്പോൾ ഒരുപാട് പണി ഉപകരണങ്ങൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാള്, ട്രാക്ടർ, ഡ്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം അല്ലേ. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ
എത്രയാണ്? ഇനി ചൊല്ലുകളുടെ കാര്യമെടുത്താലോ? കൃഷിച്ചൊല്ലുകൾ അനവധിയുണ്ട്. മുളയിലറിയാം വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ നോക്കൂ. ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു? അപ്പോൾ നമ്മുടെ ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ, എല്ലാ തൊഴിലുകളിലും അനവധി സഹായിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ. അപ്പോൾ എന്താണ് ചൊല്ലുകൾ? എന്തൊക്കെയാണ് നമ്മുടെ കൃഷി ചൊല്ലുകൾ? മുളയിലറിയാം വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല. അപ്പോൾ ഇതുപോലുള്ള ചൊല്ലുകളും നമുക്ക് കൃഷിയിൽ കാണാം അല്ലേ. മാത്രമല്ല പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളും കുറേ ഉണ്ടല്ലേ. ഇപ്പം നമുക്കിവിടെ നാറ് നടുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ടല്ലേ. കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവുന്നത്? വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള. ചിത്രം നോക്കൂ. അപ്പോൾ നമ്മുടെ വീട്ടുകളിലെല്ലാം അടുക്കള ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാം പ്രധാന തൊഴിലിടമാണ് നമ്മുടെ വീട്ടിലുള്ള അടുക്കള. അപ്പോൾ അത് അടുക്കളയുടെ ഒരു ചിത്രം താഴെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ ആ കുടുംബത്തിലെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയൂ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിൽ എന്തെല്ലാം പണികളാണ് ചെയ്യാറുള്ളത്? നമ്മുടെ അമ്മയും അച്ഛനും പിന്നെ കൂട്ടുകാരും അടുക്കളയിൽ കയറാറില്ലേ? അമ്മയെ സഹായിക്കാനൊക്കെ കയറാറില്ലെങ്കിൽ കയറണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലെ അടുക്കളകളിലും എന്തെല്ലാം പണികളാണ് നടക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഭക്ഷണം പാകം ചെയ്യൽ, അടിച്ചുവാരൽ, നിലം തുടച്ചു വൃത്തിയാക്കൽ, തേങ്ങ ചിരകൽ, പാത്രങ്ങൾ അടുക്കി വെക്കൽ, പാത്രം കഴുകൽ എന്നിങ്ങനെയുള്ള ഒരുപാട് പണികൾ നമ്മളെ അടുക്കളയിലൊക്കെ നടക്കുന്നുണ്ടല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? ഉത്തരം വേസ്റ്റ് ബക്കറ്റ്, ചൂല്, പാത്രം അടുക്കി വെക്കാൻ അലമാറ, മിക്സി, കത്തി, ഗ്യാസ് അടുപ്പ്, ചിരവ, കട്ടിംഗ് ബോർഡ്, പാത്രങ്ങൾ. അപ്പോൾ ഇത്രയും ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാരത് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, അടുക്കള പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാവും? പറയൂ. ഉത്തരം ഉപ്പുണ്ടോ, പുളിയുണ്ടോ, മധുരമുണ്ടോ, എരിവുണ്ടോ, കയ്പുണ്ടോ, വൃത്തിയാക്കുക, വേവിക്കുക, പുളിയുണ്ടോ, കഴുകുക, അരിയുക, ചിരവുക, രുചിക്കുക, മണക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണല്ലേ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കണ്ടെത്തിയവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ കണ്ടെത്തിയവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളോട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ കുറിപ്പൊന്ന് നോക്കിയാലോ. ഉത്തരം ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുറിയാണ് അടുക്കള. ആഹാരം പാകം ചെയ്യുവാനും കഴിക്കുവാനും ആവശ്യമായ സൗകര്യങ്ങൾ, സാമഗ്രികളും ആഹാര പദാർത്ഥങ്ങളും സൂക്ഷിക്കുവാനും ഉള്ള സൗകര്യം എന്നിവ അടുക്കളയിൽ സംവിധാനിക്കാറുണ്ട്. ഉദാഹരണത്തിന് അടുപ്പ് വിറക് അല്ലെങ്കിൽ പാചകവാതകം സൂക്ഷിക്കുവാനുള്ള ഇടം, പാത്രങ്ങൾ സൂക്ഷിക്കുവാനുള്ള അലമാരകൾ, പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും കഴുകുവാൻ ആവശ്യമായ ജലവിതരണം, അഴുക്കുകൾ ഒഴുക്കിവിടുവാൻ ആവശ്യമായ ഓവുകൾ, ദീർഘകാലം ആഹാരം കേടുവരാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ, അരയ്ക്കുവാനും പൊടിക്കുവാനും മുറിക്കുവാനും ആവശ്യമായ സൗകര്യങ്ങൾ തുടങ്ങിയവ അടുക്കളയിൽ ഉണ്ടായിരിക്കും. അരിയുക, പൊടിക്കുക, മുറിക്കുക, വേവുക, കഴുകുക തുടങ്ങിയ ഒരുപാട് പദപ്രയോഗങ്ങൾ അടുക്കളയിൽ നിന്നും നമുക്ക് ലഭിക്കും. കത്തി, ചിരവ, സ്പൂൺ, മിക്സി, ഫ്രിഡ്ജ് തുടങ്ങി വ്യത്യസ്ത തരം ഉപകരണങ്ങൾ അടുക്കളയിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ രണ്ട് പാഠഭാഗത്തിലും കൂടി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.